2013 സ്വിഫ്റ്റ് ഡിസയർ ആണ്. ടാക്സിയാണ് ഈ ഒരു വാഹനം. ഏകദേശം ഒരു 3 ലക്ഷം കിലോമീറ്ററിന്റെ അടുത്ത് ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ലക്ഷം കിലോമീറ്ററിന്റെ പ്രോപ്പർ സർവീസ് ഇവിടെ നിന്ന് ചെയ്തിട്ട് പോയതാണ്. അതിനുശേഷം ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു നോയ്സ് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്ന് നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ, സൗണ്ട് ഉണ്ടോ എന്നുള്ളത്. ഉള്ളിൽ നിന്നിരുന്ന് നോക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അധികം സൗണ്ട് നമ്മൾക്ക് കേൾക്കുന്നില്ല കേട്ടോ. AC ഓൾറെഡി ഓണിൽ തന്നെയാണ്. ഒന്നും കൂടെ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും പുറവശത്ത് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാ ചേട്ടാ. ഫാൻ ഓടുന്ന സമയത്ത് ഒരു അബ്നോർമൽ നോയ്സ് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒരു നോയ്സ് വരുന്നുണ്ട്. അതായത് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഫീൽ ചെയ്യും. അതായത് ഫുൾ സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് ആ ഒരു സൗണ്ട് ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഫാന് അതിൽ 3 സ്പീഡാണ് നിലവിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ കറങ്ങുമ്പോഴാണ് ആ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കസ്റ്റമർക്കും ആ ഒരു രീതിക്ക് ആണ് സൗണ്ട് നല്ലപോലെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ കുറേ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴാണ് അങ്ങനെ നമുക്ക് കിട്ടിയത്. അത് ഫാന് കറങ്ങി നിൽക്കാനാകുന്ന ആ ഒരു സമയത്താണ് നല്ലപോലെ സൗണ്ട് നമുക്ക് കിട്ടിയത്. എന്തായാലും ഫാന് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട തന്നെയാണ് കേട്ടോ. ഈ ഒരു പാർട്സിൻ്റെ വില വന്നിട്ട് 5490 രൂപയാണ് വില വരുന്നത്. നമ്മളുടെ ആ ഒരു ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. MG പാർട്ട് തന്നെയാണ്. ഏകദേശം ഒരു 3 ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ ഒരു ഫാൻ ഓടിയിട്ടുണ്ട് കേട്ടോ. അതാണ് MG പാർട്ടിൻ്റെ ഒരു ഗുണം. ഇതുവരെ മാറ്റിയിട്ടില്ല. കസ്റ്റമറും ഇതേമാതിരി തന്നെയാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ പുതിയ സാധനം നമുക്ക് ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്യാം. ഇതുകൊണ്ടോ ഈ ഒരു പഴയ ഫാനാണ്. ഈ ഒരു ഫാൻ പതുക്കെ കറങ്ങിയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ആ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ. ഫാനെല്ലാം കറങ്ങുന്നുണ്ട്, പക്ഷേ ഇൻ കേസ് ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. കിലോമീറ്ററും ഇത്ര ഓടിയതല്ലേ, അതുകൊണ്ടാണ് നമ്മളത് മാറ്റാൻ കാരണം. എന്തായാലും മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൂളൻ്റ് ബാക്കി എല്ലാ സാധനങ്ങളും പിടിപ്പിച്ച് കൂളൻ്റ് ഒഴിച്ച് നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് നോക്കാം കേട്ടോ.
ഒരു 10-20 കിലോമീറ്റർ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കേണ്ടതുണ്ട്. കൂളൻ്റ് പൂർണ്ണമായിട്ട് ചോർത്തിയാണ്. അതുകൊണ്ടാണ് ഫാന് കറക്റ്റ് ടൈമിൽ വർക്ക് ആവേണ്ടതെന്നുള്ളതും കൂടി നമ്മൾക്ക് അറിയണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ സ്പീഡുകളിൽ വർക്ക് ആവേണ്ടതെന്നും കൂടി അറിയണം. അതിന് വേണ്ടിയിട്ടാണ് അത്ര കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.